ഹലോ വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മളിപ്പോൾ പിന്നെ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് ആയിക്കൊണ്ട് സെക്കൻഡ് എപ്പിസോഡായിട്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ പകുതിക്ക് വെച്ച് വീട്ടിൽ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മളവിടെ വെച്ച് സ്റ്റോപ്പാക്കേണ്ട വന്ന്. ഇപ്പോൾ എന്തായാലും നമ്മൾ അതേ സ്ഥലം അതേ ടീം. എടാ നിനക്ക് പൊക്കം കൂടുതലാട്ടാ. അത് സീനാണേ, പൊക്കം കൂടുതലാണേ. നീങ്ങൊന്നേ എടാ ആൾക്കാരെ കൂടെ പിടിച്ച് അകത്ത് കയറ്റിക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് മാക്സിമം കണ്ടോണ്ടിരിക്കണ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ പറയാം. എടാ ഇതെടുത്തോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് സാർ നിങ്ങൾക്ക് വേണ്ടത്? പറയൂ സാർ. പിന്നെ നിന്റെ വെല്ലുമിച്ചിയാണ് ഇവിടെ വന്ന് പണിയെടുക്കണേ. എടുത്ത് കൊണ്ടോ, നീ തുള്ളല്ലേ നീ. എടാ ഞാൻ മാനേജറാ, നിന്നെ പഠിപ്പിക്കില്ല. നീ ഷെഫാ, നീ മിണ്ടായി പണിയെടുക്കടാ. സൂര്യനാരായണ എന്താ നാരായണ എടീക്കട പട്ടിയതാ. എന്താ അതിനൊക്കെ വേറെ ആരാ? ഒരു മാനേജറിനോട് പറയാൻ പറ്റിയ വാക്കാണത്. അതെ. റെസ്റ്റോറൻറ്റ് പേരുണ്ടോ? ഡാൻഡീസ് ട്രെൻഡി റെസ്റ്റോറൻറ്റ്. വാവ്. മലയാളികളുണ്ടെങ്കിൽ ഡാൻഡിയുടെ തെണ്ടി റെസ്റ്റോറൻറ്റ് ഒക്കെ ആയിരിക്കും വായിക്കാം. സൂപ്പർ. എന്താ പറയുന്നുണ്ട്? ഗ്യാസ് കയറിയിട്ടൊന്നും പറയാൻ വന്നില്ല പുറത്തോട്ട്. പിന്നെ നമ്മുടെ ലൊക്കേഷൻ മാറി കേട്ടോ. റെസ്റ്റോറൻറ്റ് ആദ്യം ഇരുന്നത് സെക്കൻഡ് എപ്പിസോഡ് റീലോഗ് അടിച്ചുകൊണ്ടായിരിക്കാം. എടേ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നോക്കിയേ, ബാക്കിൽ എന്ത് തീം പാർക്കാ. ആൾക്കാരെ കയറ്റി ഇത് കേട്ടോ. നോഷ നീ അവിടെ നോക്കിയിട്ട് വന്നു. നീ നോക്കിയിട്ട് വന്നു. ഇത് നോക്കാം, കുഴപ്പമില്ല. മേശപ്പുറത്താണോ കയറി ഇരിക്കണേ? സ്റ്റീഫന്റെ ബർഗർ ഉണ്ടാകട്ടെ. സ്റ്റീഫന്റെ ബർഗർ ഒരു ഓർഡർ എടുത്തു സെർവ് ചെയ്തോ സർ. ഞാൻ സെർവ് ചെയ്തോ കേട്ടാ. ഓ ഈ ഫുഡൊക്കെ നമുക്ക് തിന്നാൻ പറ്റുന്നെങ്കിൽ ഞാൻ തിന്ന് മരിച്ചേനെ. എടാ ആൾക്കാരും ഒന്ന് നിൽക്കണം കണ്ടില്ലേ. പിന്നെ കടയില് ഫുഡില്ല. ആൾക്കാരെന്തിനാ ഫുഡ് പറഞ്ഞിട്ട് ഇപ്പൊ ഫുഡില്ലാന്ന് കടയില്. എടാ 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 സെർവ് ചേച്ചിമാര് ചേട്ടന്മാര് എന്താ വേണ്ടേ? ചേച്ചി തന്നെയാണോ? കസ്റ്റമറിന്റെ അടുത്ത് ഇങ്ങനെയാണോ പറയുന്നത്? മുർഷ ഉണ്ടാക്കി കൊടുക്കടാ. മുർഷ ഉണ്ടാക്കുന്നുണ്ട്. വെറുതെ പഠിക്കും വേണ്ട, വെറുതെ കൊള്ളിക്കും വേണ്ട. എടാ നമുക്ക് പുതിയ റിവാർഡ് വന്നിട്ടുണ്ട്. മെയിൻസ് എടുക്കണോ ഡെസേർട്ട് എടുക്കണോ? ഡെസേർട്ട് എടുക്കാം അല്ലേ? ഇതെന്തിനാണ് വെറുതെ വെച്ചാണ്? കളക്റ്റീവ് ഡിഷസ് 5 ടൈപ്പ്. പണി ഓടി കേട്ടോ. പണിയെടുക്ക് പട്ടിപ്പണി എടുക്ക്. ചേച്ചി അറിയില്ല. ചേച്ചി കയറിയിട്ടില്ല. കാറിൽ ആളിക്കുന്നുണ്ട്. കാറില കയറുന്നുണ്ടോ? ഇത് ഫുഡ് കുറേ എടുത്ത് ആർക്കെങ്കിലൊക്കെ കൊടുക്ക്. എന്റെ ദൈവങ്ങളെ, പുതിയ സാധനങ്ങളൊക്കെ വന്നില്ലേ? ആപ്പിളാ. കുറച്ച് സാധനങ്ങൾ പുതിയത് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ആപ്പിൾ പൈ നമ്മൾ വേണമെന്നുണ്ട്. ആപ്പിൾ പൈ കൊണ്ടുവച്ചു. എടാ ആരും ഡ്രിങ്ക് പറയണില്ല കേട്ടോ. ലൈവ് ഒന്നല്ല. ലൈവൊന്നും പോകാൻ നമ്മളായിട്ടില്ല മക്കളെ. യൂട്യൂബിൽ തന്നെ.
എടാ ഇവന്മാർ തിന്നു കഴിഞ്ഞില്ല പിന്നെയും പറയണ് എടാ നിന്റെയൊക്കെ വയറെന്തോ ഉണ്ടാവാ. ആ അല്ലല്ല പാവടാ അതിനെ നീപ്പിച്ച് എന്താ മാർക്കോ നീപ്പിച്ചേ എന്താ മോനെ അതിനെ നീപ്പിച്ച് എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നേ ഞങ്ങള് തിന്നാൻ വന്നല്ലേ. ഞങ്ങള് ഇവിടെ ഫുഡ് ഫ്രീ ആണ്. പൈസ തന്നാൽ ഞാൻ ഫ്രീ ഫുഡ് അല്ലേ മനുഷ്യ? പൈസ തന്നാൽ ഫ്രീ ഫുഡ്. മനുഷ്യയുടെ വോയിസ് കേട്ടായിരുന്നു. ഹലോ ഹലോ ആ ഓക്കെ ഓക്കെ എടാ എടുക്കണം 2K എടാ 2 പേർക്ക് 2 സാധനങ്ങളാട്ടോ. എടാ ഇത് 2 ആണാണോ? പറയൂ സാർ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ ഇവിടെ എടാ എനിക്ക് ഏതോ ഇന്ദ്രചൂടൻ്റെ ആയിരുന്നു മെസ്സേജ് ആക്കുന്നു. എന്നാ PPD ഇന്ദ്രചൂടൻ എന്താ അറിയ? ഇന്ദ്രചൂടൻ മറ്റേ 6-ാം നമ്പരാനിലാണോ? ധൂം ധൂം ധന ധൂം ധൂം ഇന്ദ്രചൂടൻ അതൊക്കെ അറിയേ? ഫുഡ് ഉണ്ടാക്കണം ഒരു ഇതിണ്ടാക്കണ്ടാ നമ്മളെ പോലത്തെ പണിക്കാരനാണ് ഗൈസ്. എനിക്ക് ശമ്പളം കിട്ടണം കേട്ടോ കറക്റ്റിന്, ഇല്ലെങ്കിൽ ഞാൻ പണിയെടുക്കൂല. ശമ്പളമൊക്കെ നമ്മൾ തരൂലേ? നിനക്ക് എത്ര വേണമെങ്കിലും ഫുഡ് നമ്മൾ തരും, ഫ്രീ ഫുഡ്. ഇജ്ജ് കണ്ട് എടുത്ത് കൊണ്ടേക്കോ, എനിക്ക് ശമ്പളം മതി. എത്ര രൂപ ശമ്പളം വേണം? എടാ നിനക്ക് ശമ്പളത്തിന് എന്താ? നീ ഇവിടെ നിനക്ക് ഇവിടെ എന്ത് കുറവുള്ളേ? ആ പൈസ എടുത്തല്ലേ കള്ളവട്ടി? ഞാനിനിയൊന്നും പറഞ്ഞിട്ട് എണീച്ച് പോയിന്നുണ്ട്. മറ്റേ ജിമ്മത്തി വരുന്നുണ്ടല്ലോ പിന്നെ. കമോൺ കം ഇൻസൈഡ്. ഓർഡർ ചെയ്യോ. ജിമ്മത്തിയുടെ ഒരു ഒറ്റ ഇടിക്കുള്ളേ ഉള്ളൂ. അടുത്ത ആകരുന്ന് ഇറങ്ങിപ്പോടാ. എടാ പൈസ വെച്ചില്ല. എടാ അവരെന്തിയറാ? പൈസ പോയി കള്ളന്മാർ. എടാ ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടോ? പൈസ എടുക്കാതെ പോയി. പുതിയ ജിമ്മ വന്ന് ജിമ്മനും. എടാ ഇതെനിക്ക് എന്താ സംശയം അടിക്കണടാ. എടാ കുക്കിയടാ, ഫുഡ് കുക്കിയടാ. സർവേ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പയ്യന്മാർ നിന്നെ നോക്കി കണ്ണിറുക്കും. പയ്യന്മാരിനെ നോക്കി കണ്ണിറുക്കും. എടാ ഞാനല്ല പണിയെടുക്കില്ല പക്ഷെ പണിയെടുക്കും. പിന്നെ നമ്മളിവിടെ പണിയെടുക്കുന്നുണ്ട്, നമ്മളെല്ലാം പണിയെടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് പണിയെടുക്കുക തന്നെ. സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്തേ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. നമുക്ക് ഈ മിർഷയ്ക്കും എനിക്കൊന്നും ശമ്പളമൊന്നുമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ശമ്പളം അല്ലേ മിർഷ? അതന്നെ. ചിക്കൻ പുഴുങ്ങി എടുക്കട്ടെ. എടാ ആപ്പിൾ പയ്യ, നിന്റെയൊക്കെ വയറെന്തുവാടാ? കിണറോ? എന്ത് തീറ്റാണ് നീയൊക്കെ? കൊണ്ടേക്കോ ആപ്പിൾ കൊണ്ടേക്കോ. കൊണ്ടുവന്നു പയ്യന്മാർ. ഇതേ അടുത്ത ആൾക്ക് ആപ്പിൾ പൈ. ഇതെന്ത് 2 ഡ്യൂപ്ലിക്കേറ്റ്സാ? ഇരട്ടകളാ. എടാ നമുക്ക് ഉറക്കമൊന്നുമില്ല കേട്ടോ. ഒരു ഫുഡ് 2 പേര്. ഇപ്പല്ലേ മനസ്സിലായേ? കള്ളന്മാരെ
പൈസ വെച്ചിട്ട് ഇറങ്ങി പോയാൽ കേട്ടോ, ഞാൻ ഇടിക്കാൻ നിൽക്കട്ടെ. ആ ജിമ്മത്തീരെ എടുത്ത് ഇടിക്കാൻ ഞങ്ങളത് എടുത്ത് ചുമരമ വെച്ചിട്ടൊരു പോക്ക്. അയ്യോ മെർഷുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഇവിടെ ഉണ്ടായില്ലല്ലോ. ഓക്കെ പൈസ രണ്ടാണ് മതി എല്ലാത്തിനും. സെക്യൂരിറ്റി ആയിട്ടും ഫുഡ് ഉണ്ടാക്കാനും. സാർ ഇവിടെ പലവിധം ഫുഡുകളുണ്ട് സാർ. സാറിന് ഇഷ്ടമുള്ള ഫുഡുണ്ട്, സാറിന് ഇഷ്ടമില്ലാത്ത ഫുഡുണ്ട്, മധുരമുള്ള ഫുഡുണ്ട്, എരിവുള്ള ഫുഡുണ്ട്, എരിവ് ഇല്ലാത്ത ഫുഡുണ്ട്, ചീസുള്ള ഫുഡുണ്ട്, പല ഫുഡുകളുണ്ട്. ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം ഇതൊന്നും പെടില്ല. ഇവിടെയുള്ള ആകെ ഇത് മാത്രമേ ഉള്ളൂ. അതെ, നമ്മളെ ഫുള്ള് ഡിഫറെൻ്റ് ആണ് സാർ, അറിയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇവിടെ കിട്ടും. വേഗം കിട്ടുന്നുള്ളൂ, വേഗം കിട്ടും. വേഗം കിട്ടും. ഇത്രയും പെട്ടെന്ന് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം സാറിന് വീട്ടിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വീട്ടിലും ഇങ്ങനെ ഉണ്ടാവില്ല. അതെ, വീട്ടുകാർ ഉറക്കമൊക്കെ എണീച്ച് പതിയെ ഫുഡൊക്കെ ഉണ്ടാക്കി സാറിന് എന്ത് കിട്ടാനാ? വൈ ലൈക്ക് ദിസ്? നമ്മളോട് ഇത്ര നല്ല രീതിക്ക് ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ പൈസയൊക്കെ കൂടുതൽ തന്നെ അല്ലേ വർഷ? കൂടുതൽ പൈസ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷം, അങ്ങനെ വേണം പറയാൻ. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഡാൻസ് കളിയും. മിർഷ നമുക്ക് വേണ്ടി ഡാൻസ് കളിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ. 500 സബ്ബായിട്ടുണ്ടെങ്കിൽ മിർഷ ഇവിടെ നിന്ന് ഡാൻസ് കളിയും. ഷുവർ, മിർഷ ശരിക്കും ആപ്പിൾ പൈ മിർഷ പാട്ടുകൾ, മിർഷ സബ്സ്ക്രൈബേഴ്സ് പറയണ പാട്ടുകൾ മിർഷ. മിർഷ ആപ്പിൾ പൈ ഉണ്ടാക്കടാ. ആപ്പിൾ പൈ ഉണ്ടാക്കുമല്ലേ? ഓക്കെ ഞാൻ സെർവ് ചെയ്യണം. ചെറിയ വയറാ, അകത്തുണ്ടാവും എന്താന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ വയറായ വലിയതാണ്. മിർഷ നോ നമ്മള് വയറ് നോക്കാൻ പാടില്ല. നോ, അങ്ങനെയല്ലേ? നീ കള്ളനാടാ. നീ കള്ളനാ. നിന്റെ അച്ഛൻ പെരുങ്ങളാണ്. മിർഷ ഇത് വേറെന്തോട്ട് തോന്നുന്നു. ഈ അടിച്ചു മെനു. വരൂ ഫുഡ് കഴിക്കാൻ ഓടി വരൂ. വരൂ എന്തുവാടാ നീ? റെക്കോർഡിംഗ് ആണ് കേട്ടോ ഇതൊക്കെ. കച്ചവടം കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയണം. എടേ ആണും പെണ്ണാണെങ്കിൽ മാത്രം അങ്ങനെ പറഞ്ഞാൽ മതിയേ. ആണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമോൺ അന്ത്. എടാ ഷെഫിനെ പിടിച്ച് അകത്തോട്ടിട്ടാ, ആ പുള്ളിനെ പണിയെടുപ്പിച്ച്. ട്രൈ ചെയ്യുന്നുണ്ട്. അടുത്തോണ്ടേക്കോ. ഇവിടെ എന്താ വേണ്ടേ? വാട്ട് ഡു യു വാണ്ട് സാർ? എടത് 2 പെണ്ണാട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ടോ 2 പെൺപിള്ളേർ തന്നെ അല്ലേ? പിണ്ണാക്കോ? എന്താ പശു? പിണ്ണാക്കല്ലേ, വേറെന്താ? പയ്യന്മാരെ നോക്കി കണ്ണെടുക്കും. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി, മണിക്കുട്ടി നീ മനസ്സ് നുള്ളി. വേണോ? വേണ്ടല്ല. നിനക്ക് എന്താണ് മിർഷ? നിനക്ക് തീറ്റിക്കില്ല കാര്യം.
ആപ്പിൾ പൈ അവൻ ഉയ്യ്. ആപ്പിൾ പൈ ഇറങ്ങണം ഷുഗർ അല്ലടാ നിനക്ക് ഷുഗർ കിളവനൊക്കെ ഷുഗറും പിടിച്ച് കിടക്കും എന്നിട്ട് അവൻ ആപ്പിൾ പൈ തിന്നണം പോലും കളവാ ഒരു ദിവസം നമുക്ക് പോകാനുള്ള എന്തിനാ വെറുതെ അറിയോ ആ അവിടെ രണ്ടെണ്ണം വേണം ആൾക്കാരുടെ വയറ് കൂടിയവരൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഇത് ഒരുമിച്ച് ഒറ്റ പ്ലേറ്റ് വെട്ടണം അങ്ങനെ കിട്ടുവോ അങ്ങനെ കിട്ടുവോ എങ്ങനെ ഒറ്റ പ്ലേറ്റില് ഇല്ല അങ്ങനെ കിട്ടുന്നു പൈസ എന്നവര് പൈസ തന്നു പാത്രം പറക്കട്ടെ 36 കിട്ടി വരൂ ചീപ്പസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൈസിൽ ഫുഡ് കിട്ടുന്ന ഏറ്റവും നല്ല കട വരൂ കഴിക്കൂ ഫുഡ് മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി എടാ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ പെൺകുട്ടികളെ വരണേ നല്ല കളക്ഷൻ ഉണ്ട് വർഷ അതിന്റെ ലൈൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഷ അല്ല ഇത് വേറെ വർഷ വേറെ വർഷാണ് ഞാൻ വർഷല്ല ഇത് വർഷല്ല ദിസ് ഈസ് അനദർ വർഷ കുട്ടി അറിയും കേടയാടി മോനെ ജിന്തിനല്ലേ ഗെയിം കളിക്കണെന്നാണ് കഥ കഴിഞ്ഞ കഥ എന്നല്ല പിന്നെ കഥയില്ല നോ സ്റ്റോറി സീറോ ലൈഫ് നോ സ്റ്റോറി കേട്ടോ പയ്യ ഏയ് ജിംബൂട്ടി പാട്ടാപ്പൻ എന്താ പൂച്ചേ എന്ത് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കണേ ആ റോസ് കളർ മുടിയുടെ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാം എന്താ അല്ല ഇവരുത് മാറി കഴിഞ്ഞിട്ട് വന്നില്ല ചെയ്തോ വരൂ സാർ എടാ ചെയർ അപ്ഗ്രേഡ് ചെയ്യണോ മെനു ഏതൊക്കെ ഉണ്ട് മെനൂസ് ചെയർ കൊറേ ആണോ ചെയർ അങ്ങനെ പറ്റത്തില്ല കിച്ചൺ ഓക്കെ നമുക്ക് വേറെ ഇതാക്കാം എടാ ആൾക്കാരുടെ സംഭവം വേണ്ട ആൾക്കാരൊക്കെ ഇരിക്കാം നമുക്ക് കിച്ചൺ ലെവൽ 2 ആക്കാം അങ്ങനെ കുറച്ച് കിച്ചൺ വലുതാക്കി കണ്ടോ എവിടെ വലുതായിക്കണേ പോയ പോലെ തന്നെ അപ്പൊ പൈസ പോയി കേട്ടോ ചെറുതായിട്ട് പൈസ പോയതുകൊണ്ട് ചെറുതായിട്ടല്ല നന്നായിട്ടൊന്ന് പൈസ പോയി ഇതെന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ലല്ലോ എന്നാ ഒരു വ്യത്യാസം റോസ്റ്റ് ഡിന്നർ പുതിയ ഡിഷൊക്കെ വന്നു കേട്ടോ നമ്മുടെ
ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു അതാ